ഈ സമയം ചെറിയ പള്ളിയിൽ കാത്തുനിന്ന ആന പ്രദക്ഷിണത്തോട് ചേരുന്ന നിമിഷവും കൂടിയാണിത്. പ്രദക്ഷിണത്തിന്റെ ഏറ്റവും മുന്നിലായി ചെറിയ പള്ളിയിൽ നിന്നും വാദ്യമേളങ്ങൾ ഉതിർത്തുകൊണ്ട് വിസ്മയം വിതച്ചുകൊണ്ട് വാദ്യകലാകാരന്മാർ എത്തുന്നു. ചെണ്ടമേളം എത്തുന്നു. തൊട്ടുപിന്നിലായി ആന അകമ്പടി പ്രദക്ഷിണമാണ് ഇതെന്ന ഓർമ്മയുണർത്തിക്കൊണ്ട്, ചിന്തകൾ ഉണർത്തിക്കൊണ്ട് തോട്ടുചാലിൽ ബോലോനാഥ് മുത്തിയമ്മയുടെ തിടമ്പേറ്റിക്കൊണ്ട് രാജകീയമായി മുത്തിയമ്മയുടെ വലിയ പള്ളിയുടെ മുൻവശത്തേക്ക് എത്തുകയാണ്. എത്ര സുന്ദരമായ പാരമ്പര്യങ്ങളുടെ തനിയാവർത്തനം. മുത്തിയമ്മയുടെ മുന്നിലേക്കിതാ ആന അകമ്പടി പ്രദക്ഷിണമുള്ള ലോക ചരിത്രത്തിലെ ഏക ദേവാലയത്തിന്റെ തിരുമുൻപിലേക്കിതാ ഗജവീരൻ എത്തുകയാണ്. മുത്തിയമ്മയുടെ തിരമ്പേറ്റിയ ഗജവീരനിത മുത്തിയമ്മയുടെ തിരുസ്വരൂപമുള്ള തെക്കേ സങ്കീർത്തിയുടെ മുന്നിലെത്തുന്നു. കപ്പൽ കുമ്പിട്ടതുപോലെ ഗജവീരനും തുടർന്ന് കുമ്പിടും, വന്ദിക്കും, വണങ്ങും. എത്ര വലിയ ശക്തനാണ് നീയെങ്കിലും വിശുദ്ധ ഗണത്തിനും ദൈവത്തിനും മുന്നിൽ വണങ്ങണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കരയിലെ ഏറ്റവും വലിയ ഈ ജീവി 3 തവണ ഇതാ മുത്തിയമ്മയ്ക്ക് മുന്നിൽ കുമ്പിടുന്നു, വണങ്ങുന്നു, തുമ്പിക്കൈകൾ ഉയർത്തി വന്ദിക്കുന്നു. തുടർന്നാണ് ഇതിലും മനോഹരമായി പരിശുദ്ധ മദ്ബഹയ്ക്ക് അഭിമുഖമായി നിലനിന്നുകൊണ്ട് തോട്ടുചാലിൽ ബോലോനാഥ് എന്ന ഈ കരിവീരൻ മുത്തിയമ്മയുടെ ദേവാലയത്തിലെ 3 നോമ്പ് തിരുനാളിന് കപ്പൽ പ്രദക്ഷിണത്തിന് തിടമ്പേറ്റുന്ന ഗജവീരനിത ആനവാതിൽ എന്ന് നമ്മൾ വിളിക്കുന്ന ആനവാതിൽക്കൽ പരിശുദ്ധ മദ്ബഹയ്ക്ക് മുന്നിൽ ഗജവീരൻ തുമ്പിക്കൈകൾ ഉയർത്തിക്കൊണ്ട് കുമ്പിടുകയാണ്. 3 തവണ വന്ദിക്കുകയാണ്, വണങ്ങുകയാണ്. ദേവാലയം എത്ര പരിശുദ്ധമാണെന്ന് നമ്മുടെ ചിന്തകളിലേക്ക് ഓർമ്മകൾ, ചിന്തകൾ ഉണരേണ്ട നിമിഷങ്ങളാണിത്. അമ്പരചുംബിയായ ദേവാലയത്തിന്റെ തിരുമുൻപിലിതാ കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആന അകമ്പടി പ്രദക്ഷിണം ചേരമാൻ പെരുമാളിന്റെ കാലം മുതൽ കുറവിലങ്ങാട് പള്ളിക്ക് ലഭിച്ച അവകാശമാണ്. ചരിത്രത്തിൽ നാം വായിക്കുന്നു, ചേരമാൻ പെരുമാളിന്റെ കാലം മുതൽ ആന അകമ്പടി പ്രദക്ഷിണം ഉള്ള ഏക ദേവാലയമാണ് സീറോ മലബാർ സഭയുടെ ആദ്യ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയമായ കുറവിലങ്ങാട്, മുത്തിയമ്മയുടെ കുറവിലങ്ങാട് പള്ളി. ആനവാതിൽക്കൽ ഗജവീരനായിരിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ ആനവാതിൽ സംഭവങ്ങളിലേക്കും ആനവായിൽ ചക്കര നേർച്ചയിലേക്കും എത്തണം. പണ്ടൊരിക്കൽ ഈ ദേവാലയം തകർക്കുന്നതിനായി, ദേവാലയത്തിന്റെ വാതിൽ തകർക്കുന്നതിനായി ഗജവീരൻ ആനവാതിൽക്കൽ ആഞ്ഞു കുത്തിയപ്പോൾ, സർവശക്തിയും എടുത്ത് ആഞ്ഞു കുത്തിയപ്പോൾ ഒന്നും സംഭവിച്ചില്ല. ഗജവീരന്റെ കൊമ്പുകൾ ആനവാതിലിൽ ഉടക്കിപ്പോവുകയാണ് ചെയ്തത്. തിരിച്ച് ഊരിയെടുക്കാൻ കഴിയാതെ ഇരണ്ട കെട്ടി നോവ് മൂലം, ഏറെ നേരമുള്ള നിൽപ്പ് മൂലം, അനങ്ങാൻ വയ്യാതെയുള്ള നിൽപ്പ് മൂലം, ഇരണ്ട കെട്ടി നോവ് മൂലം അലറി വിളിച്ചപ്പോൾ ഒത്തുകൂടിയവരെല്ലാം ശ്രമിച്ചിട്ടും സാധിച്ചില്ല. പക്ഷേ ആ സമയങ്ങളിലെല്ലാം ശാന്തനായി കൈവിരിച്ച് പിടിച്ച് ഈ ദേവാലയത്തിന്റെ ഉള്ളിൽ ഒരു വികാരിയച്ഛൻ പ്രാർത്ഥിക്കുന്നതായി പിന്നീടാണ് ജനസമൂഹം തിരിച്ചറിഞ്ഞത്. ആ വികാരിയച്ഛൻ പുറത്തു വന്ന് ആനയിൽ സ്പർശിച്ചപ്പോൾ മാത്രമാണ് കൊമ്പ് ഊരിയെടുക്കുവാനും ആനയ്ക്ക് സ്വതന്ത്രനാകുവാനും സാധിച്ചത് എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. പ്രസ്തുത സംഭവത്തിന്റെ ഓർമ്മയാണ് ഇന്ന് നാം കൊണ്ടാടുന്ന ആനവായിൽ ചക്കര നേർച്ച. ചെറിയ പള്ളിയുടെ തിരുമുറ്റത്ത് ആനവായിൽ ചക്കര നേർച്ച 3 നോമ്പ് തിരുനാളിന്റെ മധ്യദിനമായ ചൊവ്വാഴ്ച രാവിലെ 9 മണി മുതൽ ലഭിക്കുന്നു.
ആണ്ടിലെ കപ്പൽ പ്രദക്ഷിണത്തിന് ആരംഭം കുറിക്കുകയാണ്. മുത്തിയമ്മയുടെ വലിയ പള്ളിയിൽ നൂറുകണക്കായ കടപ്പൂർ നിവാസികൾ കപ്പലിന് സമീപത്തെത്തി ആദരണീയ ആർച്ച് പ്രീസ്റ്റിന്റെ അനുവാദത്തോടും ആശീർവാദങ്ങളോടും കൂടി അവരുടെ കരങ്ങൾ കപ്പലിലേക്ക് ചേർത്ത് വെച്ചിരിക്കുകയാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഭൂഷിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്നേഹസമ്പന്നനും കരുണാവാരിധിയുമായ മിശിഹാ തമ്പുരാനെ, നിന്റെ പരിശുദ്ധ നാമത്തിന് എപ്പോഴും മഹത്വമുണ്ടാകട്ടെ. താർസൂസിലേക്കുള്ള യോനാ നിവ്യായുടെ ഒളിച്ചോട്ടത്തെയും കലുഷിതമായി മാറിയ കപ്പൽ യാത്രയെയും 3 ദിനരാത്രങ്ങൾ യോനാ നിവ്യ മത്സ്യത്തിനുള്ളിൽ കിടന്ന് നടത്തിയ ബാബൂസായെയും നിനിവേക്കാരുടെ ബാബൂസായെയും അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ നടത്തുന്ന ഈ കപ്പൽ പ്രദക്ഷിണത്തെയും ഈ കപ്പൽ വഹിക്കുന്ന കടപ്പൂർ ദേശക്കാരെയും അവരുടെ കുടുംബങ്ങളെയും ആശീർവദിക്കണമേ. ഈ കപ്പൽ പ്രദക്ഷിണം തിന്മയുടെ വഴിയിൽ പായാൻ വെമ്പുന്ന ഞങ്ങളുടെ പാദങ്ങൾക്ക് ദൃഷ്ടാന്തമായി ഭവിക്കട്ടെ. ഈ കപ്പൽ വഹിക്കുന്നവരെയും ഈ പ്രദക്ഷിണത്തിന് സാക്ഷികളാകുന്നവരെയും ഈ ദേശത്തെയും ദേശവാസികളെയും ശാരീരികവും മാനസികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും ദുഷ്ടന്റെ എല്ലാ കുടിലതന്ത്രങ്ങളിൽ നിന്നും സംരക്ഷിച്ചു കൊള്ളണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും റുവാദ് കുരിശായുടെ സംസർഗവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.